ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ലഞ്ചിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോയ ഫ്രൈ റെസിപ്പി കാണാം. ഞാനിവിടെ 1 കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിള വരുന്ന സമയത്ത് ഇത് കോരി തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം. ഇതുപോലെ സോയയുടെ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി എടുക്കണം. പിഴിഞ്ഞ് മാറ്റിയിട്ട് ഞാൻ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി സോയ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസ് സവോളയും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സാധാരണ നമ്മൾ സോയ ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാണ്. ചെറുതാക്കി അരിഞ്ഞ് വെച്ച് സോയ ഇട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി സോയ ഫ്രൈ തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നല്ല ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. കൂടുതൽ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനിയിപ്പോൾ തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞ് ഒഴിച്ചാലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ഫ്രൈ പാനിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാൻ ചൂടാക്കി ഞാനതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോയ ഫ്രൈ ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോയയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തുടക്കത്തിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൽ വെള്ളം ഇറങ്ങി വരുമ്പം അതൊക്കെ വറ്റി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം ആയി കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോയയുടെ എല്ലാ ഭാഗത്തേക്കും ഓയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വെള്ളമൊക്കെ വറ്റി കിട്ടും. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇത് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓരോ സൈഡായിട്ട് ഫ്രൈ ചെയ്ത് വന്നോളും. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വഴറ്റിയപ്പോഴേക്കും ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ബാക്കി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില തന്നെയായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ സോയ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുക. ഇത് ഇതിൽ കിടന്ന് തന്നെ വഴന്നു വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല. കറിവേപ്പില മസ്റ്റായിട്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മസാലകളും തക്കാളിയും സവോളയും എല്ലാം കൂടെ ഒന്നിച്ചിടുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെ ഫ്ലേവറും നമ്മുടെ സോയയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി അവസാനമായിട്ട് ഞാനൊരു 2 പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഒരു പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ഇറക്കി വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഊണിനൊക്കെ പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സോയ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്